ഹായ് എല്ലാവർക്കും KS മെന്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തിരിക്കുകയല്ലേ, അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിലേക്ക് പിന്നെയും ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവന്നാലോ. അപ്പോൾ ഇന്ന് മലയാളത്തിൻ്റെ റിവിഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു അല്ലേ, പദശുദ്ധി മുതലുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ഇനി ക്വസ്റ്റ്യൻസ് വരാം, അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഈ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. ആദ്യത്തെ നോക്കിയേ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതെന്നാ ചോദിച്ചേക്കുന്നത്. നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാ? അടിമത്വം, പ്രവൃത്തി, വിമ്മിട്ടം, പീഡനം. അപ്പൊ നമുക്കറിയാം മലയാള പദങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ തനി മലയാള പദങ്ങളിലാണ് എന്ത് ചേർക്കുന്നത്? തം ചേർക്കുന്നത് അല്ലെ. സംസ്കൃത പദങ്ങളിൽ എന്താ ചേർക്കുന്നത്? സംസ്കൃത പദങ്ങളിലോട്ട് വരുമ്പോൾ തൊമ്മാണെന്നും നമുക്കറിയാം അല്ലെ. അപ്പോ തനി മലയാള പദങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുതലാളിത്തം, മുതലാളിത്തം, അതുപോലെ ആണത്തം, ഇങ്ങനെയുള്ള വാക്ക് അല്ലെ, കുട്ടിത്തം, ഇങ്ങനെയുള്ള പദങ്ങൾ നോക്കിയേ തം ചേർന്ന് വരുന്നതാണ്. അപ്പൊ തനി മലയാള പദങ്ങളിലാണ് എന്ത് ചേരുന്നത്? തം ചേരുന്നത്. ഈ തൊം ആണെങ്കിലോ സംസ്കൃത പദങ്ങളിലാണ് ത്വം ചേരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അടിമത്വം അല്ല, ഇതൊരു തനി മലയാള പദമായതുകൊണ്ട് എങ്ങനെയാ വരേണ്ടത്? അടിമത്തം എന്ന് വേണം വരാനായിട്ട്. അടുത്ത നോക്കിയേ, പ്രവൃത്തി. ഇത് ശരിയാണോ? ഈ അടിമത്തം തെറ്റാണ്. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കണ്ടു. അടുത്ത നോക്കിയേ, പ്രവൃത്തി. പ്രവൃത്തി എങ്ങനെയാ എഴുതുന്നത്? പ്രവൃത്തിയാണ്, പ്രവൃത്തിയാണ്, ഒരിക്കലും പ്രവർത്തി അല്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അടുത്ത നോക്കിയേ, ഇതിൽ ശരിയായിട്ടുള്ളത് വിമ്മിട്ടമാണ്. ചിലതില് നമുക്ക് ഈ വിമ്മിട്ടത്തിന്റെ ക്വസ്റ്റ്യൻ തെറ്റിച്ചൊക്കെ ചോദിക്കാം. വിമ്മിഷ്ടം എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇഷ്ടമല്ല, വിമ്മിട്ടം ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നോക്കിയേ, പീഡനം. പീഡനം എഴുതേണ്ടത് എങ്ങനെയാണ്? പീഡനം, അതായത് ചുരുപ്പില്ലാത്ത ഡായാണ് നമുക്ക് ആവശ്യം. അപ്പോൾ പീഡനം എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ പീഡനം തെറ്റാണ്, ചുരുപ്പില്ലാത്ത ഡാ വേണം നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കിയേ, ഈ പദശുദ്ധി ഭാഗത്ത് നിങ്ങൾ ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം അതാതെന്നല്ല അതതെന്നാണ് പറയേണ്ടത്. സാമ്രാട്ടല്ല, എന്താ പറയേണ്ടത്? സമ്രാട്ട് എന്നാണ് പറയേണ്ടത്. അതുപോലെ ഏതൊക്കെയാ വരുന്നത്? ചെലവ്, ചിലവല്ല ചെലവ് എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ചുവപ്പ് അല്ല ചെമപ്പ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇതുപോലുള്ള ശുദ്ധമായിട്ടുള്ള പദരൂപങ്ങൾ പഠിച്ചു പോയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് യാദൃച്ഛികം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഇച്ഛയൊക്കെ വെച്ച് വരുന്ന വാക്കുകൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, യാദൃച്ഛികം, യാദൃച്ഛികം ഈ ചായാണ് വരേണ്ടത്. ഈ ഷായും ചായും അല്ല വരേണ്ടതെന്ന് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ അനാച്ഛാദനം, അനാച്ഛാദനം എങ്ങനെ എഴുതേണ്ടത്? അനാച്ഛാദനം ഇങ്ങനെ വേണം എഴുതാനായിട്ട്. അതുപോലെ തന്നെ ആച്ഛാദനം, ആച്ഛാദനം, ആച്ഛാദനം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാ തന്നിരിക്കുന്ന? ഉപ്പ് കൂട്ടി തിന്നുക, ഇലയിട്ട് ചവിട്ടുക, ഉണ്ട ചോറ്റിൽ മണ്ണിടുക, ഇരയിട്ട് മീൻ പിടിക്കുക. അപ്പൊ ഇത്രയും നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, നമ്മൾ ആദ്യം ആ അർത്ഥം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയാ അത്? ഇതിൽ തന്നേക്കുന്നതിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കുക. ഉപ്പ് കൂട്ടി തിന്നുക അതല്ല. ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. നന്ദി കാണിക്കുക. അപ്പൊ ഉണ്ട ചോറ്റിൽ കല്ലിടുക എന്ന് വെച്ചൊരു എന്താണ്, നല്ല കാര്യം അല്ലാത്തത് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ഉണ്ട ചോറ്റിൽ തന്നെ മണ്ണിടുക എന്നുള്ള അർത്ഥത്തിൽ. ഇരയിട്ട് മീൻ പിടിക്കുക അല്ലെ, ചെറിയൊരു കാര്യം ചെയ്ത് വലിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇരയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത് വരുന്നത്. ഇനി ഇലയിട്ട് ചവിട്ടുക എന്നതാണ്
നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇലയിട്ട് ചവിട്ടുക. ഓക്കെ, അടുത്ത് നോക്കിയേ, മഹത് അധികം ചരിതം എന്നത് എങ്ങനെ ശരിയായിട്ട് ചേർത്തെഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മഹച്ചരിതമുണ്ട്, 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 അതുപോലെ തന്നെ മഹചരിതമുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. മഹച്ചരിതമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അത് മഹത് അധികം ചരിതം എന്ന് പറയുന്ന ഈ ഒരു പദം അല്ലെങ്കിൽ മഹച്ചരിതം എന്നുള്ള പദം നമ്മൾ പിരിച്ചെഴുതുമ്പോൾ മഹത് അധികം ചരിതം എന്നാണ് വരുന്നത്. അപ്പൊ ഇത് വ്യഞ്ജന സന്ധിയിൽ പെടുന്ന ഒരു പദമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതേ രീതിയിലുള്ളത് വേറെയും പദങ്ങൾ കേട്ടിട്ടുണ്ട്. PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ? ശരത് അധികം ചന്ദ്രൻ. ശരത്കാലത്തിലെ ചന്ദ്രൻ എന്നുള്ള അർത്ഥത്തില് ശരത് അധികം ചന്ദ്രൻ എങ്ങനെയാ വരുന്നത്? ശരത്ചന്ദ്രൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അടുത്ത് നോക്കിയേ, വിദ്യുത് അധികം ശക്തി. വിദ്യുത് അധികം ശക്തി എങ്ങനെയാ നമ്മൾ ചേർത്തെഴുതുക? വിദ്യുത് ശക്തി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് പദങ്ങളുണ്ട്. അപ്പൊ ചേർത്തെഴുതുന്നതും പിരിച്ചെഴുതുന്നതും ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. പ്രധാനപ്പെട്ടായിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സംസ്കൃത സന്ധികളൊന്ന് നന്നായിട്ട് നോക്കി വെച്ചേക്കുക. അടുത്ത, വണ്ട് എന്നർത്ഥം വരാത്ത പദം ഏതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നോക്കണം, വണ്ട് എന്നർത്ഥം വരാത്ത പദം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാ നമുക്ക് തന്നേക്കുന്നത്? പീലികയുണ്ട്, ഭ്രമരമുണ്ട്, ഭൃംഗമുണ്ട്, അളിയുണ്ട്. അപ്പോ ഇതില് വണ്ട് എന്നർത്ഥം വരാത്ത പദം എന്ന് പറയുന്നത് പിപീലികയാണ്. പിപീലിക എന്താണ്? പിപീലിക എന്ന് പറയുന്നത് ഉറുമ്പാണ്. ഉറുമ്പ്. ഉറുമ്പിന്റെ മറ്റു പദങ്ങൾ ഏതൊക്കെയാണ്? വമ്രി, വൽമി എന്നൊക്കെ നമ്മൾ ഉറുമ്പിന് പര്യായങ്ങൾ പറയും. ഓക്കെ, അടുത്ത് ഈ ഭ്രമരം, ഭൃംഗം, അളി എന്നൊക്കെ പറയുന്നത് ഏതാണ്? വണ്ടാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത് നോക്കിയേ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഓപ്ഷൻ എ എന്താണ്? ഏകദേശം 50ഓളം ആൾക്കാർ പ്രകടനത്തിന് വന്നു. അതുപോലെ അവർ തോറ്റതിന് കാരണം പഠിക്കാത്തത് കൊണ്ടാണ്. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും. അപ്പോൾ ഇതിൽ നമ്മുടെ ശരിയായിട്ടുള്ള വാക്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇതില് ഓപ്ഷൻ എയിൽ വന്ന തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50ഓളം, ഈ ഏകദേശവും 50ഓളം, അതിൽ ഏകദേശം അതുപോലെ ഓളം ഇത് രണ്ടും ഒരുമിച്ച് ഒരു വാക്യത്തിൽ എന്ത് ചെയ്യണ്ട? വരണ്ട. അങ്ങനെ വന്നാൽ അത് തെറ്റാണ്. അവർ തോറ്റതിന് കാരണം പഠിക്കാത്തത് കൊണ്ടാണ്. അവർ തോറ്റതിന് കാരണം കൊണ്ട്. അപ്പൊ ഈ കാരണം അതുപോലെ കൊണ്ട് ഇത് രണ്ടും എന്ത് ചെയ്യേണ്ട? ഒരു വാക്യത്തിൽ വരേണ്ട ആവശ്യമില്ല. അതുപോലെ കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും. ഇതെന്ന് പറഞ്ഞാൽ വാക്യത്തിന്റെ ഘടനയിലുള്ള മാറ്റമാണ്. കുട്ടികൾ സ്കൂൾ അടച്ചാലാണോ? അല്ലല്ലോ. സ്കൂൾ അടച്ചാൽ എന്ത് ചെയ്യും? നാളെ മുതൽ കുട്ടികൾ കളി തുടങ്ങും എന്നുള്ള രീതിയിലാണ് വാക്യം വരേണ്ടത്. അപ്പോൾ ഇത് സ്ട്രക്ചറിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം, വായനാ ദിനം എന്ന് നമ്മൾ പറയാറില്ല. വായന ദിനം എന്നേ പറയാറുള്ളൂ. പക്ഷേ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വായന ദിനം എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പദശുദ്ധി ഭാഗത്ത് ഒരുപാട് വാക്കുകൾ ഇതേപോലെ വാക്യത്തിനകത്ത് തന്നിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു PSC. അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാ പദശുദ്ധി ഭാഗം നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. എങ്ങനെയാണ് പദങ്ങൾ എഴുതേണ്ടതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, അടുത്ത നോക്കിയേ, ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം ഏത്? ഗർഹണീയം. ഗർഹണീയം എന്നതിന് സ്പൃഹണീയം ആണ് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീത പദം എന്ന് പറയുന്നത്. ഗർഹണീയം സ്പൃഹണീയമാണ്. അതുപോലെ തന്നെ ത്യാജ്യം, ഗ്രാഹ്യം, ചലം, അചലം, ഇതുപോലെ വരുന്ന ഒരുപാട് പുരോഗതി, പശ്ചാത്ഗതി,
ഇങ്ങനെയുള്ള ഒത്തിരി എന്താണ് വിപരീത പദങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദമേതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ അറിയാം, സ്വാമികളുണ്ട്, അവർകളുണ്ട്, നമ്മളുണ്ട്, ഗുരുക്കളുണ്ട്. അപ്പൊ സ്വാമികൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതെന്താണ്? പൂജക ബഹുവചനമാണ് അല്ലെ? പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം. ഈ പൂജക ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? ബഹുത്വമാണോ അത്? കൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് അതൊരിക്കലും ബഹുത്വമല്ല എന്ന് ഓർത്തു വെക്കുക, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഈ കൾ വരുന്നത് എന്തിനാണ്? കൾ വരുന്നത് ബഹുവചന പ്രത്യയമാണ്. പക്ഷേ സ്വാമികൾ എന്ന് പറയുമ്പോൾ ഒരു പൂജക ബഹുവചനമായതുകൊണ്ട് തന്നെ ഒരാളെ കുറിക്കുന്നത് അല്ലെങ്കിൽ ഒരാളോടുള്ള ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ് സ്വാമികൾ എന്ന വാക്ക്. അപ്പൊ അതിൻ്റെ കൂടെ കൾ ചേർന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് ആള് എന്നല്ല, അല്ലെങ്കിൽ ഒന്നിലധികം എന്നുള്ള ഒരു ബഹുത്വമല്ല അവിടെ വരുന്നത്. അതുപോലെ അവർകൾ നോക്കിക്കേ, അവർകൾ എന്ന് പറയുന്നതും ഒരു ബഹുമാനാർത്ഥം നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ കൾ പ്രത്യയം വന്നതുകൊണ്ട് അവിടെ ഒന്നിലധികം ആൾക്കാരുണ്ടെന്ന് നമ്മൾ എന്താ വിചാരിക്കാൻ പാടില്ല. അത് ബഹുത്വമല്ല, അത് എന്താണ്? ഏകവചനമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സ്വാമികൾ ഏകവചനമാണ്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ എന്ന് പറയുന്നത് ആരാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെയാണല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ബഹുത്വമാണ്. നമ്മൾ എന്ന് പറയുന്നത് ബഹുത്വമാണ്. അപ്പോൾ ഇവിടെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ഗുരുക്കളും നോക്കിക്കേ, ഗുരുക്കളും നേരത്തെ പറഞ്ഞതുപോലെ പൂജക ബഹുവചനമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പൂജക ബഹുവചനത്തിൽ കൾ ചേരുന്നത് കൊണ്ട്, കൾ എന്ന പ്രത്യയം ചേരുന്നത് കൊണ്ട് അത് ബഹുവചനമല്ല അല്ലെങ്കിൽ ബഹുത്വമല്ല സൂചിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? ഏകവചനം തന്നെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നോക്കിയേ, കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത് എന്നാണ്, അർത്ഥം എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൊലയാന, കുഴിയാന തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം അല്ലെ? അപ്പോ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആപത്ത് വരുമെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക, സ്വന്തം ശക്തി മറന്ന് പ്രവർത്തിക്കുക, സ്വയം മറന്ന് അഹങ്കരിക്കുക, ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. അപ്പൊ ഇതില് ശരിക്കും അതുമായിട്ട് യോജിക്കുന്നത് ഏതാണ്? ഡി ഓപ്ഷൻ ആണ്. ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദിക് അധികം മുഖം, ദിങ് അധികം മുഖം, ദിഗ് അധികം മുഖം, ദിങ് അധികം മുഖം. അപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നോക്കുമ്പോഴേ അറിയാം ദിങ് അധികം മുഖം എങ്ങനെയാ പിരിക്കുന്നത്? ദിക്ക് അധികം മുഖം, ഇതാണ് ദിങ്മുഖം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിത് കറക്റ്റായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. ദിക്കാണ് കേട്ടോ, ദിക്ക് അധികം മുഖമാണ് ദിങ്മുഖം ആയിട്ട് വരുന്നത്. അതുപോലെ വാക്ക് അധികം ദേവത, ഇതെങ്ങനെയാ വരുന്നത്? വാഗ്ദേവത എന്നുള്ള രീതിയിലാണ് ചേർത്തെഴുതുമ്പോൾ വരുന്നത്, വാഗ്ദേവത. പിന്നെ വാക്ക് അധികം ചാതുര്യം, വാക്ക് അധികം ചാതുര്യം, വാക്ചാതുര്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ബ്രേവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം ആണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് എന്താ തന്നേക്കുന്നത്? കൃത്യത, വിശ്വസ്തത, സംക്ഷിപ്തത, ആത്മാർത്ഥത. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സംക്ഷിപ്തതയാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി വിഹഗം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? വിഹഗം, വിഹഗം എന്ന് പറയുന്നതിന് ഓപ്ഷൻ നമുക്ക് ഏതൊക്കെയാ തന്നിരിക്കുന്നത്? ആകാശം, ഭൂമി, പക്ഷി, തടാകം, ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്കറിയാം വിഹഗം എന്ന് പറയുന്നത് എന്താണ്? പക്ഷിയാണെന്ന് അറിയാം അല്ലെ? വിഹഗം, വിഹംഗം, അതുപോലെ നീഡജം, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? പക്ഷിക്കാണ് പറയുന്നത്. ദ്വിജം എന്നൊക്കെ പറയുന്നത് എന്താണ്? പക്ഷിക്കാണ് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ആകാശം എന്ന് പറയുന്നത് ഗഗനം, ഗഗനം, പിന്നെ ഏതാണ്? വ്യോമം, അമ്പരം, ഇതൊക്കെ ആകാശത്തിന്റെ പര്യായങ്ങളാണ്. ഭൂമിക്ക് എന്തൊക്കെ പറയാം? ധര, ധരിത്രി, ധരണി, പാര്, ഈ രീതിയിലെല്ലാം നമുക്ക് ഭൂമിക്ക് പര്യായങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഇനി പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്ന രൂപം, പ്രത്യേകം. അപ്പൊ ഇതില് പ്രത്യേകം എന്നുള്ള പദം നമ്മൾ എങ്ങനെ എഴുതും? പ്രതി അധികം ഏകമാണ് പ്രത്യേകം. പ്രതി അധികം ഏകം
പ്രത്യേകം. ഇത് സംസ്കൃത സന്ധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കുക. സംസ്കൃത സന്ധികൾ നിങ്ങൾ ഈ സവർണ ദീർഘസന്ധി, ഗുണസന്ധി, വൃദ്ധിസന്ധി, യൺസന്ധി, ഈ സന്ധികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ പദങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും വസന്തർത്തു ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൻ പരീക്ഷകളിലൊക്കെ. വസന്ത അധികം ഋതുവാണ് വസന്തർത്തു എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇതെല്ലാം സംസ്കൃതത്തിൽ നിന്ന് വന്ന പദങ്ങളാണ്. അപ്പൊ അതും കൂടെ സംസ്കൃത സന്ധി റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കിയേ, സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീത പദങ്ങൾ നോക്കേണ്ട അത്യാവശ്യമാണ്. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതം പരാശ്രയം. സ്വാശ്രയം, പരാശ്രയം. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഏകദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 1000-ഓളം. അപ്പം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഏകദേശവും വന്നിട്ടുണ്ട്, ഓളവും വന്നിട്ടുണ്ട്. ഒരു വാക്യത്തിൽ ഇത് രണ്ടും വരില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഉദ്ദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പൊ ഇവിടെ ഉദ്ദേശവും ഓളവും. അപ്പൊ ഏകദേശം എന്നുള്ള അർത്ഥം തന്നെയാണല്ലോ ഉദ്ദേശത്തിനും. അപ്പൊ ഇത് രണ്ടും ഒരു വാക്യത്തിൽ വരില്ല എന്ന് നമുക്കറിയാം. അത് തെറ്റാണ്. അടുത്ത് നോക്കിയേ, ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്പൊ ഇവിടെ ഒരു ഏകദേശം മാത്രമേ ഉള്ളൂ, ഓളോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് നോക്കിയേ, ഏതാണ്ട് 1000-ഓളം പേർ. അപ്പൊ നമുക്കറിയാം ഏതാണ്ട്, ഏകദേശം, ഉദ്ദേശം ഇതെല്ലാം എന്താണ്? ഒരേ അർത്ഥം ജനിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പൊ ഇത് ഈ ഏതാണ്ട് ഓളം ഒരു വാക്യത്തിൽ വരില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റായി. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, കാട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് വിഭിനം, അടവി, അചലം, കാനനം എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ വിഭിനം കാടാണെന്ന് നമുക്കറിയാം, അടവി കാടാണെന്ന് നമുക്കറിയാം, അതുപോലെ കാനനം കാടാണെന്ന് നമുക്കറിയാം, കാന്താര കാടാണെന്ന് നമുക്കറിയാം. പിന്നെന്താണ്? കാനം കാടാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ അചലം എന്ന് പറയുന്നത് എന്താണ്? ചലിക്കാത്തത് അല്ലെ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പർവ്വതമാണ്, പർവ്വതം. അപ്പോൾ അചലം എന്ന് പറയുന്നത് എന്താണ്? പർവ്വതമാണ്. അപ്പൊ കാടെന്ന വാക്കിന്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്ത്? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസക ലിംഗം ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പോൾ ഓപ്പോസിറ്റ്, ഇപ്പോൾ എതിർലിംഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്ന് ചോദിച്ചാൽ അവതാരകയാണ്. അവതാരകൻ, അവതാരക. അപ്പൊ ചാക്യാർ എന്താണ്? ചാക്യാർ ഇല്ലൊടമ്മയാണ്. ചാക്യാർ ഇല്ലൊടമ്മ. നമ്പ്യാർ ആണെങ്കിൽ ആര് വരും? നമ്പ്യാർ, നങ്ങ്യാർ അല്ലെ. ഇനി മാടമ്പി എന്ന് പറയുമ്പോൾ ആര് വരും? കെട്ടിലമ്മ. മാടമ്പി, കെട്ടിലമ്മ. പിന്നെ യോഗി എന്ന് പറയുമ്പോൾ ആര് വരും? യോഗിനി വരും. യോഗി, യോഗിനി. പൂജാരി എന്ന് പറയുമ്പോൾ ആര് വരും? പൂജാരിണി വരും. പൂജാരിണി. അവൻ എന്ന് പറയുമ്പോൾ ആര് വരും? അവൾ വരും. അവൻ, അവൾ. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കുക. അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏത്? നമുക്ക് ഒരുപാട് ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ ഇതില്. അമെൻമെന്റ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഭേദഗതി അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഭേദഗതി. ഇനി ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഭഗീരഥനെ അറിയാലോ, നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ആളാ ഭഗീരഥൻ ഒരാളെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നു. ആരായിരുന്നു? ഗംഗയല്ലേ. അപ്പോൾ ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നതിൻ്റെ ഒരു വലിയ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രയത്നത്തിനെ പറ്റി അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ശൈലി വരുന്നത്. കാരണം അനേകായിരം വർഷക്കാലം തപസ്സൊക്കെ എടുത്താണ് ഗംഗാദേവിയെ മാത്രമല്ല ആരൊക്കെയാണ് ശിവഭഗവാനെയൊക്കെ തപസ് ചെയ്ത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു മഹർഷിയൊക്കെ തപസ് ചെയ്തിട്ടാണ് ഗംഗാനദിയെ ഭൂമിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ
എന്താണ് ഭഗീരഥ പ്രയത്നം എന്നുള്ള ശൈലി, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതികഠിനമായ പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം അതികഠിനമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇനി ശരിയായ രൂപമേത് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയായ രൂപം നമ്മൾ പദശുദ്ധി ഭാഗത്ത് നിന്ന് കുറേ പദങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജഡം, 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 ജഡം. അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായിട്ടുള്ള രൂപം, നമ്മൾ നേരത്തെ പീഡനം എന്നെങ്ങനെയാണ് എഴുതിയത്? ഡായ്ക്ക് ചുരുപ്പില്ലാതെ, സാ തിരിച്ചിട്ട് ഡായ്ക്ക് ചുരുപ്പില്ലാതെ എന്ത് ചെയ്തു? പീഡനം എന്ന് എഴുതി. അപ്പോൾ അതേപോലെ തന്നെയാണ് ജഡം എഴുതുന്നത്. ജഡം എന്ന് പറയുന്നത് സാ മറിച്ചിട്ട് ഡായാണെന്ന് ഓർക്കുക, ജഡം. ഓക്കെ. അതുപോലെ തന്നെ സമ്രാട്ട് നമ്മൾ എങ്ങനെ പഠിച്ചത്? സാമ്രാട്ട് എന്നല്ല, സമ്രാട്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അങ്ങിനെ എന്ന് പറയും. അങ്ങിനെയാണോ? ഇത് തെറ്റാണ് കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെ എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ ഇങ്ങിനെ, ഇങ്ങിനെ എന്ന് നമ്മൾ പറയില്ല, ഇങ്ങനെ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പദത്തിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നത്? നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എഴുതുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദങ്ങളിൽ അല്ലെങ്കിൽ ദോഷം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പറയുക, കറക്റ്റായിട്ട് എഴുതാനും ശ്രമിക്കുക. ഓക്കെ. ഇനി മനസ്സ് എന്നതിൻ്റെ പര്യായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം മൗലി, ഉത്തമാംഗം, മതി, വബുസ്. അപ്പൊ ഇതിൽ ഏതാണ് മനസ്സ് എന്നതിന്റെ പര്യായ പദം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, മതി ആണ് വരുന്നത്. അപ്പൊ മൗലി എന്ന് പറഞ്ഞാൽ ശിരസ്, പിന്നെന്താണ് വബുസ് എന്ന് പറഞ്ഞാൽ ദേഹം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇച്ഛ ചേർന്നിട്ടുള്ള പദങ്ങൾ. നമുക്ക് ഇച്ഛ ചേർന്നിട്ടുള്ള ഏതൊക്കെ പദങ്ങൾ അറിയാം? ഈ പറയുന്ന യാദൃച്ഛികം, ഇതിൽ ഒരു 2 ഓപ്ഷൻ ഒരുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ യാദൃച്ഛികം എന്നുള്ളതാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള പദം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഇച്ഛായാണോ വന്നിരിക്കുന്നത് നോക്കുക. ഇച്ഛയല്ല, ഈ ചായും, അതായത് ചായും ചേർന്നാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക. അപ്പോൾ ഇച്ഛ ചേർന്ന് വരുന്ന പദങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. യാദൃച്ഛികമുണ്ട്, പിന്നെ ഏതുണ്ട്? ഐച്ഛികമുണ്ട്, ഐച്ഛികമുണ്ട്. അതുപോലെ വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി. പിന്നെ ഏത് വരും? ജീവച്ഛവം, ജീവച്ഛവം. പിന്നെ വേറെ ഇതുപോലെ ഇച്ഛ ചേർന്ന് വരുന്ന ഒരുപാട് പദങ്ങളുണ്ട്. അനാച്ഛാദനം, അതുപോലെ ആച്ഛാദനം. അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആച്ഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ആച്ഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മറയ്ക്കുന്നത് അല്ലേ? മറച്ചത്, മറയ്ക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? ആച്ഛാദനം വരും. അനാച്ഛാദനം മറനീക്കിയത് എന്നുള്ള അർത്ഥത്തിലും വരും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. നമ്മൾ ഇത്രയും നേരം ശരിയായിട്ടുള്ള വാക്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ തെറ്റായ വാക്യം ഇതിന്ന് തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഐകകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു, ഐക്യകണ്ഠേനയായിരുന്നു തിരഞ്ഞെടുപ്പ്. ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഐക്യകണ്ഠേന എന്ന് പറയില്ല അല്ലെ? ഐക്യകണ്ഠേന എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇതിൽ ഐക്യകണ്ഠേന എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. അത് നമുക്ക് എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അപ്പൊ ഇനി ഓരോന്ന് നോക്കാം. ഐകകണ്ഠേന, അത് ശരിയാണ്. ഐകകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു, അതും ശരിയാണ്. ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത്, അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഇനി താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ നോക്കിയേ, ക്രമേണ, ക്രമപ്പെടുത്തുക, ക്രമികം, ക്രമ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഇത് അർത്ഥം തന്നിട്ടുണ്ട്. ക്രമേണ കുറെ നാൾ കഴിയുമ്പോൾ, ക്രമപ്പെടുത്തുക ക്രമത്തിലാക്കുക, ക്രമികം ക്രമമില്ലാത്ത വിധത്തിൽ, ക്രമാൽ ബലം പ്രയോഗിച്ച് എന്നുള്ള രീതിയിലും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളവ ഏതെന്ന് ചോദിച്ചാൽ ക്രമേണയും ക്രമപ്പെടുത്തുകയുമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്, 1ഉം 2. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രമേണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ നാൾ കഴിയുമ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ക്രമേണ വരുന്നത്. ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമത്തിലാക്കി വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ക്രമികം ക്രമമില്ലാത്ത വിധമല്ല, ക്രമമായിട്ടുള്ള
ശരിയായിട്ടുള്ള വിധമാണ് ക്രമികം എന്ന് പറഞ്ഞാൽ. ക്രമാൽ ബലം പ്രയോഗിച്ചല്ല, അതും ക്രമമായിട്ട് എന്നുള്ള അർത്ഥത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ബലം പ്രയോഗിച്ച് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നഖശിഖാന്തം എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നഖശിഖാന്തം അറിയാം, എന്താണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ അറിയാം, അടി മുതൽ മുടി വരെ എന്ന് പറയും അല്ലെ. അടി മുതൽ മുടി വരെയാണ് നഖശിഖാന്തം എന്ന പദത്തിന്റെ അല്ലെങ്കിൽ എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അടി മുതൽ മുടി വരെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആജീവനാന്തം, ജീവിതകാലം മുഴുവൻ, പിന്നെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതികാര ബുദ്ധിയോടെ, അതിന് വലിയ നമ്മൾ നോക്കണ്ട. ആജീവനാന്തം, ജീവിതകാലം മുഴുവൻ അതുള്ള നോക്കുക. അപ്പൊ ഇത് ശരിയായിട്ടുള്ള ഓപ്ഷൻ എ ആണ് കേട്ടോ. നഖശിഖാന്തം ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് അടി മുതൽ മുടി വരെ. ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്തെന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിയേ, ദാരിദ്ര്യം പ്രസംഗിക്കുക, സ്വന്തം കാര്യം മാത്രം പറയുക, പറഞ്ഞത് പിൻവലിക്കുക, അമിതമായി സംസാരിക്കുക. അപ്പൊ നോക്കിയേ, ഇതിൽ ഏതാണ് ടു ഈറ്റ് വൺസ് ഓൺ വേർഡ്സ് എന്ന് പറയുന്നത്? അപ്പൊ പറഞ്ഞത് പിൻവലിക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രയോഗം വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? നയനം തന്നിട്ടുണ്ട്, ലോചനം തന്നിട്ടുണ്ട്, മുകുരം തന്നിട്ടുണ്ട്, ഈക്ഷണം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ്. നയനവും ലോചനവും കണ്ണിന് പറയുന്നതാണ്, അല്ലെങ്കിൽ കണ്ണിന്റെ പര്യായങ്ങളാണ്. മുകുരം അതാണോ? മുകുരം എന്ന് പറയുന്നത് എന്താണ്? കണ്ണാടി എന്നുള്ള അർത്ഥത്തിലാണ് മുകുരം വരുന്നത്. അതുപോലെ ഈക്ഷണം എന്ന് പറയുന്നത് കണ്ണാണ്. ഈക്ഷണം എന്ന് പറയുന്നത് കണ്ണാണ്. അക്ഷി എന്ന് പറഞ്ഞാലും എന്താണ്? കണ്ണാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഇതില് മുകുരമാണ് പര്യായമല്ലാത്ത പദം. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി ശരിയായി പിരിച്ചെഴുതിയ പദം ഏതെന്നാണ്. നമുക്ക് ഒരുപാട് സന്ധികളെ കുറിച്ച് അറിയാം അല്ലെ. ഏതൊക്കെ സന്ധികളാണ്? ഭാഷാസന്ധികളും അറിയാം, സംസ്കൃത സന്ധികളും അറിയാം. അപ്പൊ ഇപ്പൊ തന്നേക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ഭാഷാസന്ധികളിൽ നിന്നാണ് വന്നേക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഭാഷാസന്ധികൾ എത്ര എണ്ണം ഉണ്ടോ എന്ന് ഓർത്തു നോക്കിയേ. ഭാഷാസന്ധികള് 4 എണ്ണം ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആ 4 ഭാഷാസന്ധികൾ എന്ന് പറയുന്നത്? ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി, ആഗമസന്ധി. ഇത് ഓർഡറിലല്ല, ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി, ആഗമസന്ധി എന്നിങ്ങനെ 4 സന്ധികൾ ഭാഷാസന്ധികളായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതില് ആദ്യത്തെ ഞാൻ എഴുതിയിരിക്കുന്ന ക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ്? ലോപസന്ധി. ലോപസന്ധി എന്താണ്? കുറയുന്നത് എന്നുള്ള, അല്ലെ, ലോപം വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ലോപസന്ധി. ഇപ്പൊ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന വികാരത്തിനാണ്, ആ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന വികാരം അല്ലെങ്കിൽ മാറ്റത്തിനാണ് എന്ത് പറയുന്നത്? സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ലോപസന്ധിയിൽ എന്താ സംഭവിക്കുന്നത്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്നില്ലാതെയായിട്ട് പോകുന്നതാണ് ലോപസന്ധി. അപ്പം കണ്ടില്ല, കണ്ടില്ല, കണ്ടില്ല എന്നെങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? കണ്ടു അധികം ഇല്ലായാണ് കണ്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. കണ്ടില്ല എന്നുള്ളത് കണ്ടു അധികം ഇല്ല. അപ്പൊ ഇവിടെ ലോപിക്കുന്നത് ഏതാണ്? ഊ എന്ന് പറയുന്ന ചിഹ്നമാണ് ഇവിടെ ലോപിച്ചു പോകുന്നത്. അപ്പൊ ഇതിന് നമ്മൾ വിവൃതോകാരം എന്ന് പറയും. സമൃദ്ധോകാരം ഉണ്ട്, ഏതാണ്? ഇത് അല്ലെ. അപ്പൊ ഇത് ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അതുപോലെ ദ്വിത്വസന്ധി എന്താണ്? 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതില് ഒന്നിന് ദ്വിത്വം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇരട്ടിപ്പ് സംഭവിക്കുന്നതാണ് ദ്വിത്വസന്ധി. അപ്പൊ അത് ഏതാണ്? പടി അധികം പുര എന്ന് പറയുന്നത് എന്താണ്? പടിപ്പുര എന്നായിട്ട് മാറുന്നത് ദ്വിത്വസന്ധിയിൽ വരുന്നതാണ്. ഇനി ആദേശസന്ധി എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്നിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരുന്നത് ഏതാണ്? ആദേശസന്ധി. അപ്പോ അതിലേത് നമുക്ക് പറയാൻ പറ്റും? നെൽ അധികം മണി, നെന്മണി എന്നായിട്ട് മാറുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്, നെല് അധികം മണി എന്നായിരിക്കും കാണുന്നത്. എന്നാലും നെന്മണി തന്നെയാണ് അത് ചേർത്ത് എഴുതുമ്പോൾ വരുന്നത് എന്ന് പറയുന്നത്. ഇനി ആഗമസന്ധി എന്ന് പറയുമ്പോൾ ഏത് വരും? തിരു അധികം ആതിര, തിരു അധികം ആതിര. എങ്ങനെ പറയും? തിരുവാതിര, തിരുവാതിര. അപ്പൊ ഇവിടെ ഏത് ആഗമിച്ചു? വായ ആഗമിച്ചു. അപ്പൊ വായും യായും ഒക്കെ ആഗമിക്കുന്നത് ആഗമസന്ധിയാണ്. അതുപോലെ ഇങ്ക, ഇന്ത, ഇഞ്ച, ഇന്ന, ഇമ്പ എന്നൊക്കെ വരുന്ന അക്ഷരങ്ങളൊക്കെ ആഗമിക്കുന്നത് ആഗമസന്ധിയിൽ പെടുന്നതാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി, ശരിയായി പിരിച്ചെഴുതിയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുമുൽ കാഴ്ച, അത് ശരിയായിട്ടാണോ പിരിച്ചെഴുതിയിരിക്കുന്നത്? തിരുമുൻ അധികം കാഴ്ച. അപ്പൊ ഇതില് എ ആണ് ശരിയായിട്ടുള്ളത് അല്ലെ.
ഇനി നോക്കിയേ, ബി ഓപ്ഷൻ എന്ന് പറയുന്നത് 800. 800 L+100 എന്നാണ് തന്നിരിക്കുന്നത്. ഇത് തെറ്റാണ്. എങ്ങനെയാണ് 800 പിരിച്ചെഴുതുന്നത്? N+100 ആണ് 800 എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. നമുക്കറിയാം തിരുമുൽ കാഴ്ച എന്ന് പറയുന്നത് തിരുമുൻ അധികം കാഴ്ച ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. 800 N+100 800 എന്നുള്ളത് വരുന്നുണ്ട്. അപ്പൊ അത് ആദേശസന്ധിയാണ് അല്ലേ, ആദേശസന്ധി. അടുത്ത് വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, എങ്ങനെയാണ്? വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തിയായിട്ട് മാറുന്നത്. ഇനി ചെയ്തവൻ, ചെയ്ത അധികം വൻ അല്ല, പിന്നെ എങ്ങനെയാണ്? ചെയ്ത പ്ലസ് അവൻ. അപ്പൊ ഇവിടെ ആ ലോപിച്ചങ്ങ് പോവും അല്ലെ, ആ അടുത്തടുത്ത് വരുമ്പോഴേ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിന് എന്ത് വരും? അത് ഉച്ചരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സന്ധി നിയമങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇത് ലോപസന്ധിയിൽ വരുന്നതാണ്. അപ്പൊ ഈ ചെയ്ത അധികം അവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്ത എന്ന് പറയുന്ന പദത്തില് അവസാനം തായുടെ ഏറ്റവും അവസാനം എന്ന് പറയുന്ന ഒരു ആയുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ആയ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം വ്യഞ്ജന വർണ്ണങ്ങൾക്കൊക്കെ സ്വരത്തിന്റെ സഹായം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. അത് സ്വര സഹായം കൂടാതെ വ്യഞ്ജനങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ആയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാം, ആ ഈ ഊ എന്നൊക്കെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാം. പക്ഷെ വ്യഞ്ജന വർണ്ണങ്ങൾ സ്വര സഹായം കൂടാതെ നമുക്ക് ഉച്ചരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തായെന്നും പായെന്നും കായെന്നും ചായെന്നും ഒക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു സ്വരത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോ ഇതിൽ തായുടെ അവസാനം എന്തുണ്ട്? ആയുണ്ട്. പ്ലസ് അവൻ എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ എന്തുണ്ട്? ആയുണ്ട്. അപ്പൊ ഈ രണ്ട് ആയും കൂടെ ചേരുമ്പോൾ അതിലൊന്ന് ലോപിച്ചു പോകും. അപ്പൊ ചെയ്തവൻ എന്നുള്ള രീതിയിൽ ഇത് മാറും. അപ്പൊ ഇവിടെ ഒരു ആ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഒരു ആ ലോപിച്ചു പോയി. ഇത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോ ദ്വിത്വസന്ധിയും ലോപസന്ധിയും ആഗമസന്ധിയും ആദേശസന്ധിയും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു തന്നെ വെക്കുക. അപ്പൊ ഇതിനകത്ത് ആഗമസന്ധിയുടെ ഒരുപാട് നിയമങ്ങളുണ്ട്. ദ്വിത്വസന്ധിക്കാണെങ്കിലും ലോപസന്ധിക്കാണെങ്കിലും ആദേശസന്ധിക്കാണെങ്കിലും നമുക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്രയും നിയമങ്ങളിലോട്ട് നിങ്ങൾ പോയില്ല എങ്കിലും അത്യാവശ്യം മെയിനായിട്ട് വരുന്ന പദങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആസ്തികൻ എന്ന പദത്തിന്റെ വിപരീതം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്തികൻ നമുക്കറിയാം അല്ലെ, നാസ്തികൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി ജാമാതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. ജാമാതാവ് എന്നുള്ളത് ആരാണ്? ജാമാതാവ് മരുമകനാണ് അല്ലെ, മരുമകൻ. അപ്പൊ മരുമകൾ എന്ന അർത്ഥമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിൽ ജനയിത്രി, ജനനി, കർമ്മിണി, സ്നുഷ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജാമാതാവിന്റെ സ്ത്രീലിംഗ രൂപം നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്? സ്നുഷയാണ്. മരുമകൾ എന്ന് പറയുന്നത് സ്നുഷയാണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത്? വാക്യശുദ്ധിയുടെ അടുത്തൊരു ചോദ്യമാണ്. നിയമലംഘകരെ തീർച്ചയായും ശിക്ഷിക്കുക തന്നെ വേണം. ഓരോ കടതോറും അവർ നോട്ടീസ് പതിച്ചു. അച്ഛൻ പെട്ടെന്ന് മരിക്കുകയാലാണ് എൻ്റെ പഠിപ്പ് മുടങ്ങിയത്. ഈ മാസം ഏതാണ്ട് 10ഓളം സിനിമകൾ അയാൾ കണ്ടു. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോ ഓപ്ഷനും നമുക്ക് നോക്കാം. നിയമലംഘകരെ തീർച്ചയായും ശിക്ഷിക്കുക തന്നെ വേണം. അപ്പൊ ഇതില് തീർച്ചയായും തന്നെ അല്ലെ, തീർച്ചയായും തന്നെ വേണം എന്നുള്ളത്. അപ്പൊ തീർച്ചയായും തന്നെ എന്നുള്ളത് ഒരു വാക്യത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഇനി ഓരോ കടതോറും അവർ നോട്ടീസ് പതിച്ചു. ഓരോയും തോറും ഒരു വാക്യത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി. അച്ഛൻ പെട്ടെന്ന് മരിക്കുകയാലാണ് എൻ്റെ പഠിപ്പ് മുടങ്ങിയത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഈ മാസം ഏതാണ്ട് 10ഓളം സിനിമകൾ അയാൾ കണ്ടു. അപ്പൊ ഏതാണ്ട് ഓളം അല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം ഓളം അല്ലെങ്കിൽ ഉദ്ദേശം ഓളം, ഇങ്ങനെയുള്ളത് ഏതാണ്ട് ഓളം ഇതെല്ലാം ഒരേ അർത്ഥമാണല്ലേ. ഏകദേശം, ഉദ്ദേശം, ഏതാണ്ട് ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഏതെങ്കിലും ഒന്ന് മതി, ഏകദേശമോ അല്ലെങ്കിൽ ഓളമോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. അപ്പൊ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ വാക്യത്തിന് ദോഷം സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ. താഴെ പറയുന്നത് ശരിയായ വാക്യം ഏതെന്ന് ചോദിച്ചിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഇനി കൊട്ടിയം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? നിങ്ങൾ കൊട്ടിയം ക്ഷേത്രത്തിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അല്ലേ കേട്ടിട്ടുള്ളത്. അപ്പൊ കൊട്ടിയം എന്ന പദത്തിന്റെ അർത്ഥം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വിസ്ഥാനം, കാള, കാരണം, പാത്രം. അപ്പൊ ഇതിൽ ബി ആണ്. കൊട്ടിയം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാളയാണ്. കാളയ്ക്ക് വേറെ എന്തൊക്കെ പറയാം നമുക്ക്? ഋഷഭം പറയാം, അതുപോലെ തന്നെ വൃഷഭം പറയാം, വൃഷം പറയാം അല്ലെ, വൃക്ഷമല്ല വൃഷം. ഓക്കെ, ഋഷഭം, വൃഷം എന്നുള്ള രീതിയിലൊക്കെ കാളയ്ക്ക് പര്യായം പറയാനായിട്ട് സാധിക്കും. ഇനി മകാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള സൈന്യവ്യൂഹം. ഓപ്ഷൻ എ ആണ്. മ എന്ന അക്ഷരം ഓപ്ഷൻ ബി ആണ്. സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്ന സമയം ഓപ്ഷൻ സി. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം ഓപ്ഷൻ ഡി. അപ്പോൾ മകാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മ എന്ന അക്ഷരത്തെയാണ് കേട്ടോ. മകാരം. അപ്പോൾ എന്താണ്, വൈയാകരണന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് ഓരോ വർണ്ണത്തിനെ കാരം ചേർത്തിട്ടാണ് എന്താണ് ഇപ്പം മകാരം, തകാരം, ചകാരം ഇങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാരം ചേർത്താണ് എന്താണ് അക്ഷരങ്ങളെ പറഞ്ഞിരുന്നത്. അപ്പോൾ മകാരം എന്ന് പറഞ്ഞാൽ മ എന്ന അക്ഷരമാണ്, കകാരം എന്ന് പറഞ്ഞാൽ ക എന്ന അക്ഷരമാണ്, തകാരം എന്ന് പറഞ്ഞാൽ ത എന്ന അക്ഷരമാണ്, പകാരം എന്ന് പറഞ്ഞാൽ പ എന്ന അക്ഷരമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി താഴെ പറയുന്നവയിൽ കഴുതയുടെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗർദ്ധഭമുണ്ട്, ബാലേയമുണ്ട്, രാസഭമുണ്ട്, കരഭമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗർദ്ധഭവും ബാലേയോ രാസഭവും ഒക്കെ എന്താണ്? കഴുതയാണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ കഴുതയുടെ പര്യായ പദം അല്ലാത്തത് ഏതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതേതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കരഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടകം എന്ന അർത്ഥത്തിലാണ് കരഭം വരുന്നത്, ഒട്ടകം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെല് അധികം മണി, നെലു അധികം മണി, നെല്ല് അധികം മണി, നെർ അധികം മണി എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻസ് തന്നേക്കുന്നത്. അപ്പൊ നോക്കിയേ, നെന്മണി എന്ന പദം എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് ഏത് സന്ധിയിലാണ് വരുന്നത്? ആദേശ സന്ധിയിലാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആദേശ സന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന വർണ്ണത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെന്മണി എന്ന് പറയുന്നത് നെല് അധികം മണി എന്നുള്ള രീതിയിൽ നമുക്ക് പിരിച്ചെഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നെല് അധികം മണിയാണ് നെന്മണി, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്. ഇതിൽ കൂടുതലും ആദേശ സന്ധിയിൽ കൂടുതലും ചില്ലക്ഷരങ്ങളോ അല്ലെങ്കിൽ അവയുടെ വ്യഞ്ജനാക്ഷരങ്ങളോ ആയിരിക്കും വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതുപോലെയാണ് മറ്റു ഓപ്ഷൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. ഉൾ അധികം മ, ഉൾ പ്ലസ് മ എങ്ങനെയാണ് വരുന്നത്? ഉണ്മ. അപ്പൊ ഉണ്മ പിരിച്ചെഴുതിയാൽ ഉൾ പ്ലസ് മ. നോക്കിയേ, ഇൾ വന്നിരിക്കുന്നു അല്ലെ. ഇനി വെൺ അധികം ചാമരം, വെൺ അധികം ചാമരം നമ്മൾ ചേർത്ത് എഴുതി എന്ത് വരും? വെഞ്ചാമരം എന്ന് വരും. ഇത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. അവിടെയും നിങ്ങൾ നോക്കിയേ, ഇണ്ണാണ് വന്നേക്കുന്നത്. അതെന്ത് അക്ഷരമാണ്? ചില്ലക്ഷരമാണ്. അതുപോലെ തിൻ അധികം തു, തിൻ അധികം തു, തിന്നു എന്നാണ് ചേർത്ത് എഴുതുമ്പോൾ വരുന്നത്. അവിടെ നോക്കിയേ, ഇൻ എന്നുള്ള എന്ത് വന്നിരിക്കുന്നു? ചില്ലക്ഷരം വന്നിരിക്കുന്നു. അതുപോലെ വിൽ അധികം തു, വിൽ അധികം തു എന്തായിട്ട് മാറി? വിറ്റു എന്നായിട്ട് മാറി. അപ്പോൾ ഇൽ എന്ന് പറയുന്ന ചില്ലക്ഷരം വന്നിരിക്കുന്നു. അപ്പൊ ഇതേപോലെ ചില്ലക്ഷരങ്ങളോ അവയുടെ വ്യഞ്ജനാക്ഷരങ്ങളോ, ചില്ലക്ഷരങ്ങളോ അവയുടെ വ്യഞ്ജനാക്ഷരങ്ങളോ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ചില്ലക്ഷരങ്ങൾ അറിയാം അല്ലെ. ഇണ്ണാണെങ്കിൽ അതിന് എന്ത് പറയും? ണ് എന്ന് പറയും. ഇല്ലാണെങ്കിൽ ല് എന്ന് വ്യഞ്ജനാക്ഷരം വരും. ഇള്ളാണെങ്കിൽ ള് എന്ന് വരും. ആണെങ്കിൽ റ് എന്ന് വരും. അതുപോലെ ഇന്നാണെങ്കിൽ ന് എന്ന് വരും. അപ്പൊ ഇണ്, ല്, ള്, റ്, ന് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ചില്ലക്ഷരങ്ങളുടെ വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലെ. അപ്പോ ഈ പറയുന്ന രീതിയിൽ ചില്ലക്ഷരങ്ങളോ അതിന്റെ വ്യഞ്ജനാക്ഷരങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ അതെന്താണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ നെന്മണി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? നെല് അധികം മണി എന്നുള്ള രീതിയിലാണ് നെൽമണി വരുന്നത്, നെന്മണി വരുന്നത്. ഇനി ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്വേതം, ശ്വാദം, ശോധം, ശ്വേതം. നമുക്കറിയാം ശരിയായ പദം ശ്വേതമാണ് എന്നറിയാം. ശ്വേതം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളുപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ശ്വേതം.
ഇനി നോക്കിയേ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് 2026 ബാച്ച് 6-ാം തീയതി ഒക്ടോബർ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന എന്താണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിലത്തേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ അല്ലെങ്കിൽ SBCAD ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെല്ലാം ഹെൽപ്ഫുൾ ആവുന്ന ബാച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനോ ഇതിൽ ജോയിൻ ചെയ്യാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ബ്ലൂ ഐഡ് ബോയ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളത്തിലുള്ള അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എ വികാരത്തിന് അടിമപ്പെട്ടവൻ, ഓപ്ഷൻ ബി ഏറ്റവും വേണ്ടപ്പെട്ടവൻ, ഓപ്ഷൻ സി ദീർഘവീക്ഷണമുള്ളവൻ, ഓപ്ഷൻ ഡി അനേകം കഴിവുള്ളവൻ എന്നുള്ള കഴിവുകൾ ഉള്ളവൻ എന്ന രീതിയിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ഐഡ് ബോയ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളത്തിലുള്ള അർത്ഥം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ഏറ്റവും വേണ്ടപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് ബ്ലൂ ഐഡ് ബോയ് വരുന്നത്. അപ്പോൾ പരിഭാഷകളൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കി വെക്കുക. ഇനി ദർശിക്കുന്നവൻ എന്ന അർത്ഥമുള്ള പദം ഏത്? ദർശിക്കുന്നവൻ അല്ലെങ്കിൽ കാണുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് വരുന്നത്? ദർശകനാണോ, ദൃഷ്ടാവാണോ, ദർശകനാണോ, ദ്രഷ്ടാവാണോ? അപ്പൊ 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷനും എന്താണ്? വളരെ കൺഫ്യൂഷൻ ആക്കുന്ന ഓപ്ഷനാണ്. അപ്പോൾ 4 ഓപ്ഷൻ നന്നായിട്ട് നമ്മൾ നോക്കുക. ദർശിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം എന്ന് പറയുന്നത് ഇവിടെ ഏതെന്ന് ചോദിച്ചാൽ ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ദർശിക്കുന്നവൻ ദ്രഷ്ടാവ്. ഇനി നോക്കിയേ, കട അധികം കോൽ ചേർത്ത് എഴുതിയാൽ എന്ത് വരും? കടക്കോൽ, കടയ്ക്കോൽ, കടകോൽ, കടാക്കോൽ എന്നുള്ള രീതിയിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കട അധികം കോൽ ചേർത്ത് എഴുതിയാൽ നമുക്ക് കടകോൽ എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. കട പ്ലസ് കോൽ ഒരിക്കലും ഇരട്ടിച്ച് വരില്ല. എന്താണ്? കടകോൽ. ദ്വിത്വസന്ധിയിലൊക്കെ ഇരട്ടിക്കാത്ത സന്ദർഭങ്ങളും ഉണ്ട്. ഇപ്പോൾ വീട് പണി, വീട് അധികം പണി ആണ് വീട് പണി എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഒരു സാധനവും എന്ത് ചെയ്യുന്നില്ല, ദ്വിത്വം സംഭവിക്കുന്നില്ല അല്ലെ, ഒന്നും ഇരട്ടിക്കുന്നില്ല. അപ്പോ വീട് അധികം പണി വേറെ രീതിയിൽ എഴുതിയാൽ വീട്ടുപണി എന്നുള്ള രീതിയിലും വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പ്ലസിന് ഇപ്പുറം ദ്വിത്വം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സന്ധികളിലും നിയമങ്ങൾക്ക് അതായത് അതായത് ഇപ്പോൾ ഒരു നിയമം പറയും, ആ നിയമത്തിന് ഒരു മാച്ചും അല്ലാത്ത മറ്റൊരു നിയമവും പറയും. അപ്പൊ 2 തരത്തിൽ ഒരു നിയമവും അതിനൊരു അപവാദവും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ദ്വിത്വസന്ധിയിൽ ഈ ഒരു സംഭവം, അതായത് ദ്വിത്വം വരാത്ത സന്ദർഭങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ ഇത് കടകോലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കട പ്ലസ് കോൽ കടക്കോൽ എന്നുള്ള രീതിയിൽ ഓർക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദ്വിത്വം സംഭവിക്കാത്ത അവസരങ്ങളും, അതായത് ദ്വിത്വത്തിന് അപവാദങ്ങളും വരുന്നുണ്ട് അല്ലെ. ആ നിയമത്തിന് വരുന്ന അപവാദങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അപവാദമാണ് ഈ പറയുന്ന വീട് അധികം പണി. വീട് പണിയെന്നും പറയും, എന്ത് പറയും? വീട്ടുപണിയെന്നും പറയും. പക്ഷെ രണ്ടിനും 2 അർത്ഥമാണ്. വീട് പണിക്ക് നമ്മൾ എന്താണ് പറയുക? വീട് കൺസ്ട്രക്ഷൻ, ആ ഒരു രീതിയിൽ നമ്മൾ വീട് പണി എന്ന് പറയും. വീട്ടുപണി എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലി എന്നുള്ള അർത്ഥത്തിലും വീട്ടുപണി എന്നുള്ള ആ ഒരു രീതിയിൽ ഇത് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. വീട് അധികം പണി വീട് പണിയെന്നും വീട് അധികം പണി വീട്ടുപണിയെന്നും 2 രീതിയിൽ എഴുതാൻ പറ്റും. പക്ഷെ രണ്ടിനും 2 അർത്ഥമാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇമ്പം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഇമ്പം എന്നുള്ള പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് തുമ്പമാണ്, നമുക്കറിയാം അല്ലെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിപരീതാർത്ഥം വരാത്ത ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിപരീതാർത്ഥം വരാത്തത് ത്യാജ്യം, ഗ്രാഹ്യം, ഇത് ശരിയായിട്ടുള്ള വിപരീത ജോഡിയാണ്. അതുപോലെ തുല്യം, അതുല്യം, തുല്യം അതുല്യം, ഇതും ശരിയായിട്ടുള്ളതാണെന്ന് നമുക്ക് അറിയാം. ഇനി പ്രത്യക്ഷം, അപ്രത്യക്ഷം, ഇത് ശരിയാണോ? പ്രത്യക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിന്റെ വിപരീതം ഇത് തന്നെയാണോ? ഇത് തെറ്റാണ് കേട്ടോ. പ്രത്യക്ഷം പരോക്ഷം എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ വരാത്ത ജോഡി എന്ന് പറയുന്നത് സി ആണ്. ഇതാണ് വരാത്ത ജോഡി. അടുത്ത് നോക്കിയേ, അവസരം, അനവസരം, ഇത് ശരിയാണ്. അപ്പോൾ വിപരീത പദജോഡികൾ നന്നായിട്ട് നോക്കി പോവുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സഖാവിന്റെ പര്യായ പദം ഏതാണ്? സഖാവ് വീരൻ എന്ന് തന്നിട്ടുണ്ട്, പവിത്രൻ എന്ന് തന്നിട്ടുണ്ട്, സദ്യൻ എന്ന് തന്നിട്ടുണ്ട്, സ്നേഹിതൻ എന്ന്. പെട്ടെന്ന് സഖാവ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീരൻ എന്ന് കരുതും അല്ലെ. അപ്പൊ ഇതിൽ ശരിക്കും സഖാവിന്റെ പര്യായ പദം എന്ന് പറയുന്നത് സ്നേഹിതനാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി താമരക്കണ്ണൻ സമാസം എന്ത്?
അപ്പൊ നമുക്ക് സമാസത്തിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ സമാസം ഒത്തിരി സമാസം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ബഹുവ്രീഹിയുണ്ട്, ദ്വിഗുസമാസമുണ്ട്, ദ്വന്ദ്വ സമാസമുണ്ട്, കർമ്മധാരയൻ സമാസമുണ്ട്, അങ്ങനെ ഒരുപാട് സമാസങ്ങളുണ്ട്. അപ്പോൾ താമരക്കണ്ണൻ എന്ന് പറയുന്ന സമാസ പദം അത് ഏത് സമാസമാണ്? ബഹുവ്രീഹി, ദ്വിഗു, കർമ്മധാരയൻ, ദ്വന്ദ്വ സമാസം. അപ്പൊ നമുക്കറിയാം താമരക്കണ്ണൻ എന്ന് പറയുന്നത് ഒരു സംഭവത്തിനെയാണല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താമരക്കണ്ണൻ, താമരയുടെ അല്ലെങ്കിൽ താമരക്കണ്ണൻ എന്ന് പറയുന്നത് താമരപ്പൂ പോലുള്ള കണ്ണുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് താമരക്കണ്ണൻ എന്ന് പറയുന്നത്. അത് ബഹുവ്രീഹിയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പദത്തിന് ഇപ്പം മധുരമൊഴിയോട് കൂടിയവൾ എന്നുള്ള രീതിയിൽ അങ്ങനെയും പറയും. അപ്പൊ അത് ബഹുവ്രീഹിയാണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ദ്വിഗു എന്ന് പറയുന്നത് എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പം ത്രിലോകം എന്നൊക്കെ പറയുന്നത് ദ്വിഗു സമാസത്തിന് ഉദാഹരണമാണ്. പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത് ദ്വിഗു സമാസത്തിന് ഉദാഹരണമാണ്. കർമ്മധാരയൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇടയിൽ ആയ എന്നുള്ള രീതിയിലൊരു ചേർന്ന് വരും, ആയ ചേർന്ന് വരും. അതായത് പച്ചക്കപ്പ എന്ന് പറയുന്നത് പച്ചയായ കപ്പ എന്നുള്ള രീതിയിലാണ് അല്ലെ. പച്ചയായ കപ്പയാണ് പച്ചക്കപ്പ. അപ്പൊ ഇതിൽ നോക്കിയേ, ആയ എന്നുള്ള രീതിയിൽ വരുന്നത് കർമ്മധാരയൻ സമാസമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പച്ചക്കപ്പ. നീലാകാശം എന്ന് പറയുന്നത് നീലയായ ആകാശം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇത് കർമ്മധാരയനാണ് അല്ലെ. ഇനി നോക്കിയേ, ദ്വന്ദ്വ സമാസം ഒത്തിരി പേർക്ക് അറിയായിരിക്കും. ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതിപ്പം കൈകാലുകൾ ഇതെങ്ങനെ പറയും? കൈയും കാലും എന്നുള്ള രീതിയിൽ പറയും. ഇനി അച്ഛനമ്മമാറിനെ നമ്മൾ എങ്ങനെ പറയും? അച്ഛനും അമ്മയും. രാപകൽ, രാവും പകലും. ഇങ്ങനെ ചേർന്ന് വരുന്നില്ലേ? അപ്പൊ ഇതെല്ലാം ദ്വന്ദ്വ സമാസമാണ്. രാവും പകലും, കൈയും കാലും, അച്ഛനും അമ്മയും. അപ്പൊ ഈ രീതിയിലൊക്കെ വരുന്നത് എന്താണ്? ദ്വന്ദ്വ സമാസമാണെന്നുള്ളത് ഓർത്തു വരിക. അപ്പൊ ഇതിൽ നിന്ന് വേറെ നമുക്ക് പ്രതീക്ഷിക്കാം ഘടകപദങ്ങളാക്കുന്നത്. മുന്നത്തെ ക്വസ്റ്റ്യൻ പിഞ്ഞാണവർണ്ണം, അതുപോലെ തന്നെ മൺകുടുക്ക, ഇങ്ങനെയുള്ള സ്വർണ്ണക്കുടം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ഘടകപദമാക്കാനും വിഗ്രഹിക്കാനും ഈ രീതിയിലൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഭാഷയിൽ എത്ര സന്ധി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എത്ര സന്ധിയുണ്ട്? 4 സന്ധിയുണ്ട്. അപ്പോൾ ലോപസന്ധി എന്ന് പറയുന്നത് എന്താണ്? ലോപം സംഭവിക്കുന്നത് അല്ലെ. ലോപം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതെ പോകുന്നത് എന്താണ്? ലോപസന്ധിയാണ്. അപ്പോൾ തീ അധികം കനൽ, നമുക്കത് ഒന്ന് പിരിച്ചെഴുതി നോക്കാം. തീ അധികം കനൽ ചേർത്തെഴുതുമ്പോൾ തീക്കനൽ എന്ന് വരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ്? ഏത് സന്ധിയിലാണ് വരുന്നത്? ഇവിടെ ഇരട്ടിച്ചത് കൊണ്ട് അത് ഏതിലാണ്? ദ്വിത്വസന്ധിയാണെന്ന് മനസ്സിലാക്കുക അല്ലെ. ദ്വിത്വസന്ധി എന്ന് മനസ്സിലാക്കുക. ഇനി വിൺതലം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? വിൺ പ്ലസ് തലമാണ് വിൺതലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിൺതലം, അപ്പോൾ വിൺ പ്ലസ് തലം, തകാരത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ ടകാരം വന്നു. വിൺ പ്ലസ് തലം പിന്നെ ആകുന്ന ഫോം എന്ന് പറയുന്നത് വിൺ പ്ലസ് ടലമായിട്ടാണ് മാറുന്നത് അല്ലെ. വിൺതലം, വിൺ പ്ലസ് ടലമായിട്ടാണ് പിന്നെ ഈ ഇണ്ടയിലോട്ട് ചേഞ്ച് ആവുന്നത്. അപ്പൊ ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആദേശ സന്ധിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി തീയാട്ട് എന്ന് പറയുന്നത് തീ പ്ലസ് ആട്ട് അല്ലെ. തീയാട്ട്. അപ്പൊ ഇവിടെ തീ പ്ലസ് ആട്ട്, തീയാട്ട് എന്ന് പറയുമ്പോൾ ഇടയിൽ ആര് വന്നേക്കുന്നു? യകാരം വന്നേക്കുന്നു. അപ്പൊ ഇത് ഏതിൻ്റെയാണ്? യകാരം വന്നു കഴിഞ്ഞാൽ അത് ആഗമസന്ധിയാണ്. യാ, വാ എന്നിവ ആഗമിക്കുന്നത് ആഗമസന്ധി. അപ്പോൾ നമുക്ക് ഏതായിരിക്കും? അപ്പൊ ഈ പറയുന്ന 3 അല്ലെങ്കിൽ ഏതാവാം? ഡി ആവാം അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. തണുപ്പ് അധികം ഉണ്ട്, തണുപ്പുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ലോപിച്ചു പോകുന്നു? ഈ പറയുന്ന സമൃദ്ധോകാരം ലോപിച്ചു പോയിട്ട് തണുപ്പുണ്ട് എന്നായിട്ട് മാറുന്നു. അപ്പൊ ഇത് തന്നെയാണ് ലോപസന്ധി. ഓക്കെ. ഇനി ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാൽ, ഗണപതി എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ആദ്യം അല്ലെ വിഘ്നേശ്വരനെയൊക്കെ പൂജിച്ചിട്ട് ഗണപതി ഹോമമൊക്കെ നടത്തിയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളിലോട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ എന്താണ്? ആരംഭത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഗണപതിക്ക് കുറിക്കുക എന്നുള്ളത് ആരംഭത്തിനെയാണ് സൂചിപ്പിക്കുക അല്ലെ. അപ്പോ ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുകയാണ്.
അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? അവൻ അവൻ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആ പ്ലസ് അന്നാണ് അവൻ എന്ന് പറയുന്നത്. ആ പ്ലസ് അന്നാണ്. അപ്പൊ ഇവിടെ വ ആഗമിക്കുകയാണ്. അപ്പൊ ഇത് ആഗമസന്ധി അല്ലെ. ഇനി ഈ പ്ലസ് അൻ, ഈ പ്ലസ് അൻ എന്താണ്? ഇവൻ. ഈ പ്ലസ് അൾ, ഇവൾ. ആ പ്ലസ് ആൾ, അയാൾ. ഈ പ്ലസ് അർ, ഇവർ. അപ്പൊ ഇങ്ങനെയുള്ളത് നിങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് എഴുതി പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് താനെ ഇത് കാണുമ്പോൾ തന്നെ ചുമ്മാ നിങ്ങൾ ആ റഫ് ഷീറ്റ് തരുമല്ലോ, അപ്പൊ അത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും ബാക്കിലായിട്ട് ചുമ്മാ ഒന്ന് എഴുതി ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പിരിച്ചെഴുത്ത് നന്നായിട്ട് നോക്കി വെച്ചേക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിടുക്കറുണ്ട്, നമ്പൂതിരിമാരുണ്ട്, മരങ്ങളുണ്ട്, ഇവയൊന്നുമല്ല. അപ്പൊ ബഹുവചനം, വചനം എന്ന് പറയുന്നത് 2 പിരിവുകളാണ് നമുക്കുള്ളത് ഭാഷയിൽ. ഏതൊക്കെയാണ്? ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഈ ബഹുവചനത്തിന് വരുന്ന പിരിവുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇങ്ങനെ 3 പിരിവുകൾ ബഹുവചനത്തിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ദ്വിവചനം എവിടെയെന്ന്. ദ്വിവചനം എവിടെയാണ് നടപ്പുള്ളത്? സംസ്കൃതത്തിലാണ് ദ്വിവചനമുള്ളത്. സംസ്കൃതത്തിൽ 3 വചനങ്ങളുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് 3 വചനമുണ്ട്. പക്ഷെ ഭാഷയിലോട്ട് വരുമ്പോൾ അത് 2 എണ്ണമേ ഉള്ളൂ. ഏകവചനവും ബഹുവചനവും ഉള്ളൂ. അപ്പോൾ ഏകവചനം നമുക്കെല്ലാം അറിയാം, ഒന്നിനെ കുറിക്കുന്നത് എന്നുള്ള രീതിയിൽ. ബഹുവചനം വരുമ്പോൾ ഈ 3 പിരിവുകൾ അതിന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ അലിംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ലിംഗം ഏതെന്ന് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് അലിംഗം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഏതൊക്കെ വരും? ജനങ്ങൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണം എടുക്കാം. ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ പെടും? ആണും പെടും, പെണ്ണും പെടും, കുട്ടികളും പെടും, എല്ലാം പെടും അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് വേർതിരിച്ച് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എല്ലാം കൂടെ മിക്സഡ് ആണ്. അപ്പൊ ഇതിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇനി സലിംഗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണമായിട്ട് അധ്യാപകന്മാർ, അധ്യാപകന്മാർ, അധ്യാപികമാർ, അമ്മമാർ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോ നോക്കിയേ, അധ്യാപകന്മാർ എന്ന് പറയുമ്പോൾ അത് ഒരു ആൺവർഗത്തിനെയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ആൺവർഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അധ്യാപികമാർ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനെ ആണെന്ന് നമുക്കറിയാം. അതുപോലെ അമ്മമാർ എന്ന് പറയുമ്പോൾ അമ്മമാരെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആള് ആണെന്ന് നമുക്ക് ബോധമുണ്ട്. അമ്മമാരെന്ന് പറയുമ്പോഴത്തേനും അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടമാണ്, ഒരു ഗ്രൂപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ലിംഗം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? സലിംഗമാണ് അല്ലെ. ഇനി പൂജകമുണ്ട്. പൂജക ബഹുവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഒരാളോടുള്ള ബഹുമാന സൂചകാർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം. അപ്പൊ അതിലേതൊക്കെ പെടാം? സ്വാമികൾ പെടാം, സ്വാമികൾ. പിന്നെ തിരുവടികൾ. അതുപോലെ തന്നെ വേറെ ഗുരുപാദർ, ഗുരുപാദർ, ഭീഷ്മർ, ഭീഷ്മർ വരും. പിന്നെ വാദ്യാർ. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് പൂജക ബഹുവചനം പറയാം. ഭീഷ്മർ വരും കേട്ടോ. അപ്പോ ഇത്തരത്തിൽ വരുന്നതാണ് എന്ത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മിടുക്കർ എന്ന് പറയുന്നത് എന്താണ്? മിടുക്കർ എന്ന് പറയുമ്പോൾ ആ മിടുക്കറിൽ 2 ഗ്രൂപ്പും വരാം അല്ലെ. ആണും വരാം, പെണ്ണും വരാം. അപ്പോൾ ഇതിൽ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്പൂതിരിമാർ എന്ന് പറയുമ്പോഴത്തേനും നമ്പൂതിരികളുടെ ഒരു കൂട്ടം, നമ്പൂതിരിമാരുടെ ഒരു കൂട്ടമാണെന്ന് നമുക്കറിയാം നമ്പൂതിരിമാർ. മരങ്ങൾ എന്ന് പറയുന്നത് നപുംസക ലിംഗത്തിനെയാണ് അല്ലെ. മരങ്ങൾ എന്ന് പറയുന്നത് അത് അലിംഗത്തിലും പെടും കേട്ടോ. അപ്പൊ മരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ബോധമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നോക്കുമ്പോഴത്തേനും മിടുക്കർ എന്ന് പറയുന്ന ഓപ്ഷനാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഇനി നോക്കി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏവർ, ഏവൻ, ഏവൾ, ഏത്. അപ്പൊ നപുംസകത്തിനെ നമുക്ക് വേറൊരു പേര് പറയും. ഏതാണ്? ക്ലീബം. ക്ലീബം എന്ന് നപുംസകത്തിന് ഒരു പേര് കൂടിയുണ്ട്. ഇത് മുന്നത്തെ ഒരു പരീക്ഷയിൽ PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നപുംസകത്തിന്റെ മറ്റൊരു പേര് ക്ലീബം എന്നുള്ള രീതിയിൽ.
അടുത്ത് നോക്കിയേ, അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? നപുംസക ലിംഗത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു എന്താണ് ഒരു ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്ക് അറിയില്ല അല്ലെ. ഇപ്പൊ ഏവർ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വലിയൊരു കൂട്ടത്തിനെയാണ് അല്ലെ ഏവർ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്നത്. ഏവൻ എന്ന് ചോദിക്കുമ്പോൾ ഒരു പുരുഷനെ കുറിച്ചാണെന്ന് നമുക്കറിയാം. ഏവൾ എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ്? ഒരു സ്ത്രീയെ കുറിച്ചാണ്. ഏത് സ്ത്രീയാണ് എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം വരുന്നത്. അപ്പോൾ ഏത് എന്ന് വരുമ്പോഴത്തേനും ആണാണോ പെണ്ണാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് നപുംസക ലിംഗം എന്ന് പറയുന്നത്. നപുംസക ലിംഗത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് ഏത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഏവർ, ഏവൻ, ഏവൾ ഇത് മൂന്നുമല്ല, ഏതാണ്? ഏത് എന്നാണ്. ഏതില് നപുംസക എന്ന് പറയുമ്പോൾ അത് ഏതിനെ കുറിച്ചാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ചോദ്യത്തിന്റെ ഒരു ധ്വനി വരുന്നത്. അപ്പൊ ഏത് എന്ന് പറയുന്നത് നപുംസക ലിംഗത്തിന് ഉദാഹരണമാണ്. ഇനി നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനാശ്ചാദനത്തിന്റെ ശരിയായ ഉച്ചാരണം അതെങ്ങനെ ശരിയായിട്ട് ഉച്ചരിക്കാം നമുക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു ഇച്ഛ വരുന്നത് അതെന്താണ്? അനാച്ഛാദനം ഇങ്ങനെയാണ് വരുന്നത്. ആച്ഛാദനം, ആച്ഛാദനം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇച്ഛ വരുന്നത് ഐച്ഛികം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അനാച്ഛാദനം അല്ലെ. അനാച്ഛാദനം എന്ന് പറയുന്നത് മറ നീക്കുക അല്ലെ. ഇനി നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷന്തവ്യത്തിന്റെ സമാന പദം ഏതാണ്? അക്ഷന്തവ്യം, അക്ഷന്തവ്യം എന്ന് പറയുന്നത് ഏതാണ്? മാപ്പ് കൊടുക്കാൻ കഴിയുന്ന, ഇളവ് ചെയ്യാൻ കഴിയുന്ന, ക്ഷമിക്കത്തക്കതല്ലാത്ത ഇവയൊന്നുമല്ല. അപ്പൊ ഏതാണ് അക്ഷന്തവ്യം എന്ന് പറയുന്നത്? ക്ഷമിക്കത്തക്കതല്ലാത്തത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിമത്തം, ഐശ്ചികം, ആജാന, ബാഹു. അപ്പൊ അടിമത്തം ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ്. അടിമത്തം തനി മലയാള പദങ്ങളിൽ തം ചേരുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അടിമത്തം തം ചേരും, അത് കറക്റ്റ് ആണ്. ഇനി ഐശ്ചികമല്ല, ഐച്ഛികമാണ് കേട്ടോ. അപ്പൊ ഇച്ഛായാണ്, നമ്മളിപ്പോ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇത് ഐച്ഛികമാണ്. ഓക്കെ. ഇനി ആജാനബാഹു അല്ല, എന്താണ്? ആജാനുബാഹുവാണ്. ആജാനുബാഹു. ജാനു എന്ന് പറയുന്നത് മുട്ടോളം, ബാഹു എന്ന് പറഞ്ഞാൽ കൈ അല്ലെ. മുട്ടോളം കൈയുള്ളവനെയാണ് ആജാനുബാഹു എന്ന് പറയുന്നത്. അപ്പോൾ ആജാനബാഹു അല്ല, ആജാനുബാഹുവാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്, ഓപ്ഷൻ എ ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ എന്തിനാ ശകാരിക്കുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ അല്ല. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. ശരിയാണോ അത്? പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. അപ്പൊ ഇതില് ഈ പറയുന്ന പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു അത് തെറ്റാണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു എന്ന് പറയുമ്പോൾ ആരെ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു വാക്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ നമുക്കിത് കാണുമ്പോഴേ അറിയാം, പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ്? പലതുള്ളി പെരുവെള്ളം. ഓപ്ഷൻ ബി ആണ്. അപ്പൊ പലതുള്ളി പെരുവെള്ളം. ചാടിക്കേറി ഞാനിപ്പോ ചെയ്തതുപോലെ ചാടിക്കേറി ചെയ്യരുത്. ഓരോ ഓപ്ഷനും വായിച്ച് അതിനുശേഷം ചെയ്യുക കേട്ടോ. ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു. പലതുള്ളി പെരുവെള്ളം, പയ്യെ തിന്നാൽ പനയും തിന്നാം, ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രം. ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നമുക്കറിയാം പലതുള്ളി പെരുവെള്ളമാണ് ശരിയായിട്ടുള്ള ആ ഒരു ശൈലി എന്ന് നമുക്കറിയാം അല്ലെ. ഇനി താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചലമുണ്ട്, ഗിരിയുണ്ട്, ശിലയുണ്ട്, ശൈലമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഗിരി പർവ്വതത്തിന്റെ അല്ലെങ്കിൽ എന്താണ് പർവ്വതം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ശില പർവ്വതമാണെന്ന് നമുക്കറിയാം, ശൈലം പർവ്വതമാണെന്ന് അറിയാം. ചലം എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ഇനി ജംഗമം എന്ന പദത്തിന്റെ വിപരീതം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്ഥാവര ജംഗമം വസ്തുക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും അല്ലെ. അപ്പൊ സ്ഥാവരം ജംഗമം. അപ്പൊ ജംഗമത്തിന്റെ വിപരീതം ഏതാണ്? സ്ഥാവരം. ഓക്കെ. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർഷകൻ ആണെങ്കിൽ അതേതാണ്? കർഷകയാണ് എന്ന് നമുക്കറിയാം. കർഷകൻ, കർഷക.
ഇനി കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ, അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടൂ, ജോലി ചെയ്യുന്നവനെ സംസാരിക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ കൈയാടിയെങ്കിലേ വായാടൂ എന്നുള്ള ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ എന്നുള്ളതാണ് കയ്യാടി എങ്കിലേ വായാടൂ എന്നുള്ള ശൈലിയുടെ അർത്ഥം ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നോക്കിയേ, വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ? വിൺ അധികം തലം. ഇത് വേറെ രണ്ടാമത് ഏത് ഫോമിലോട്ട് മാറും? വിൺ അധികം ടലമായിട്ട് മാറിയിട്ട് പിന്നെ അത് എന്തായി മാറും? നായും ടായും കൂടെ ചേർന്ന് വിണ്ടലം എന്നായിട്ട് മാറും. അപ്പൊ ഇത് ഏത് സന്ധിയാണ്? ഇത് ആദേശ സന്ധിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ വിൺ പ്ലസ് തലമാണ് വിണ്ടലം. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങാടിയുണ്ട്, കമ്പോളമുണ്ട്, ആപണകമുണ്ട്, തെരുവുണ്ട്. അപ്പോൾ ഇതിൽ സമാന പദമല്ലാത്തത് തെരുവാണ്. ഓപ്ഷൻ ഡി ആണ്. അങ്ങാടി, കമ്പോളം, ആപണകത്തിനെല്ലാം ഒരേ അർത്ഥമാണ് വരുന്നത്. അങ്ങാടി എന്നുള്ള അർത്ഥം ആ ഒരു അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അടുത്ത നോക്കിയേ, അതിനേക്കാൾ കവിഞ്ഞ ശരിയായ വാക്യം ഏതെന്ന ചോദ്യം. അതിനേക്കാൾ കവിഞ്ഞ ഒരു ഗുണമൊന്നും ഈ ഉപകരണത്തിനില്ല. ഞാൻ പറയാൻ കാരണം അവൻ വീണ്ടും ചോദിച്ചത് കൊണ്ടാണ്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് താങ്കൾ കുറഞ്ഞത് 1000 രൂപ സംഭാവന ചെയ്യണം. ഫാക്ടറിയിലെ വാതക ചോർച്ചയിൽ ആർക്കും ആളപായം ഉണ്ടായതായി അറിവില്ല. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള വാക്യം അതിനേക്കാൾ കവിഞ്ഞ ഒരു ഗുണമൊന്നും ഈ ഉപകരണത്തിനില്ല. അപ്പോൾ കാൾ കവിഞ്ഞ ഇങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലെ? കാൾ കവിഞ്ഞ. ഇനി ഞാൻ പറയാൻ കാരണം അവൻ വീണ്ടും ചോദിച്ചത് കൊണ്ടാണ്. കാരണം കൊണ്ട്, ഇത് രണ്ടും ഒരു വാക്യത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാൾ കവിഞ്ഞ അതുപോലെ കാരണം കൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് താങ്കൾ കുറഞ്ഞത് 1000 രൂപ സംഭാവന ചെയ്യണം. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. ഇനി നോക്കിയ നാലാമത്തേത്, ഫാക്ടറിയിലെ വാതക ചോർച്ചയിൽ ആർക്കും എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആളപായം എന്ന് പറയേണ്ട ആവശ്യമില്ല. ആർക്കും ആള് എന്നുള്ളത് രണ്ടും ഒരേ അർത്ഥം വരുന്നതാ. അപ്പൊ പിന്നെ അത് രണ്ടും ഒരുമിച്ച് വാക്യത്തിൽ പ്രയോഗിക്കേണ്ട. ഇനി വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക. ഏതാണ്? നമുക്കറിയാം, പിപാസു ആണോ, പിപാസയാണോ, പിപാംസു ആണോ, പിപാസിയാണോ? വെള്ളം കുടിക്കാനുള്ള ആഗ്രഹത്തിന് നമ്മൾ പിപാസ എന്നാണ് പറയുന്നത്. അപ്പൊ വെള്ളം കുടിക്കുന്ന ആളിന് നമ്മൾ എന്ത് പറയുന്നു? പിപാസു എന്ന് പറയുന്നു. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പിപാസു എന്ന് പറയുന്നു. പഠിക്കാൻ ആഗ്രഹമുള്ള ആളെ നമ്മൾ എന്ത് പറയുന്നു? പിപടിഷു എന്ന് പറയുന്നു. പഠിക്കാനുള്ള ആഗ്രഹം പിപടിഷ അല്ലെ? പിപടിഷ. ഇനി കഴിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷു. കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് നമ്മൾ ബുഭുക്ഷു എന്ന് പറയുന്നു. പിന്നെ മോക്ഷം ആഗ്രഹിക്കുന്നവനെ നമ്മൾ മുമുക്ഷു എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വരുന്ന ഒറ്റ പദങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി ആസ് തിക് ആസ് തീവ്സ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളത്തിലുള്ള അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? വളരെ സൗഹൃദത്തിൽ, വളരെ ഞെരുക്കത്തിലാവുക, അതീവ രഹസ്യമായി ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ വളരെ സൗഹൃദത്തിൽ എന്നതാണ് ആസ് തിക് ആസ് തീവ്സിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി നോക്കിയേ, പാതി അധികം ഫലം ചേർത്തെഴുതുക. അപ്പൊ പാതി അധികം ഫലം ചേർത്തെഴുതിയാല് എന്ത് വരും? പാതിഫലം അല്ലെങ്കിൽ പാതിഫലം എന്നുള്ള രീതിയിൽ വരും. പാതിഫലം അല്ലെങ്കിൽ പാതിഫലം എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതുപോലെ തന്നെ ആനഭ്രാന്ത് എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? ആന അധികം ഭ്രാന്താണ് ആനഭ്രാന്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും നോക്കി വെച്ചേക്കാം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക എന്നാണ്. ശ്ലാഘ്യത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ഗർഹമാണ്. അശ്ലീലമോ ശിഷ്ടമോ ഗോപ്യമോ അല്ല. പിന്നെന്താണ് ശ്ലാഘ്യത്തിൻ്റെത്? ഗർഹം എന്നുള്ളതാണ് ശ്ലാഘ്യത്തിന്റെ വിപരീത പദം. ഇനി നോക്കിയേ, 8000 പിരിച്ചെഴുതുന്നത് എങ്ങനെ? 8000 നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, n+1000 8000. അപ്പോൾ 8000-ല് ഏത് വരുന്നു? ഒരു നായും കൂടെ ചേർന്ന് വരുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ വരുന്നത് ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ദ്വിത്വസന്ധി. അപ്പോൾ n+1000 8000 ആണ്.
ശരിയായ പദം ഏതാണ്? വിമ്യഷ്ടമാണോ, വിമ്മിഷ്ടമാണോ, വിമ്മിട്ടമാണോ, വിമ്മഷ്ട്യമാണോ? അപ്പൊ ഇതിൽ നമുക്കറിയാം ശരിയായ പദം, നമ്മൾ നേരത്തെയും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു വിമ്മിഷ്ടത്തിന്റെ ഒരു കണ്ടതാണ് അല്ലെ. അപ്പോൾ വിമ്മിട്ടമാണ്, വിമ്മിട്ടം. ഇനി ചാക്യാർ സ്ത്രീ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ചാക്യാർ സ്ത്രീ അറിയപ്പെടുന്നത് ഏതാണ്? നങ്ങ്യാർ, ഇല്ലൊടമ്മ, അകത്തമ്മ, നമ്പഷ്ടാതിരി. അപ്പൊ ചാക്യാർ സ്ത്രീ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചാക്യാർ സ്ത്രീ, ഇല്ലൊടമ്മ എന്നുള്ള രീതിയിലാണ്. നമ്പ്യാരാണ് നങ്ങ്യാറിന്റെ എതിർലിംഗം. അകത്തമ്മ നിങ്ങൾ നോക്കുക, നമ്പഷ്ടാതിരി, നമ്പി നമ്പഷ്ടാതിരിയാണ്. നമ്പി നമ്പഷ്ടാതിരി. ഈ അകത്തമ്മ എന്ന് പറയുന്നത് അന്തർജനം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പം നമ്പൂതിരി ആയിരിക്കും വരാനായിട്ട് ചാൻസ്. നമ്പൂതിരി, അന്തർജനം. ഓക്കെ, നമ്പഷ്ടാതിരി, നമ്പി നമ്പഷ്ടാതിരി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് മലബാർ ഭാഗത്തുള്ള എന്താണ് ഒരു സമുദായമാണ് നമ്പിമാർ എന്നുള്ള രീതിയിൽ. ഇനി അവിവേകം കാട്ടരുത് എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ലേത്? അവിവേകം കാട്ടരുത്. അടിതെറ്റിയാൽ ആനയും വീഴും, അംഗവും കാണാം താളിയും ഒടിക്കാം, ആടറിയുമോ അങ്ങാടി വാണിഭം, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ഏതാണ് അവിവേകം കാട്ടരുത്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്ന് തന്നെയാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി, പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ തന്നെ പഴഞ്ചൊല്ല്, സമാസം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ശൈലി, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങൾ ഓർമ്മയിൽ, അത് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്താണ് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പര്യായ പദങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക, വിപരീത പദങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആർക്കെങ്കിലും അതായത് ഈ പറയുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒക്ടോബർ 6-ാം തീയതിയാണ് ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. ബാച്ചിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതുക. അപ്പോൾ മലയാളത്തിന് മാത്രമല്ല എല്ലാ വിഷയത്തിനും നല്ലൊരു മാർക്ക് എടുത്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലോട്ട് വരാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.